കടച്ചക്കയും ചെമ്മീനും കൂടി വറുത്തരച്ച് വെക്കുന്ന കറിക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ കടച്ചക്ക നല്ല മൂത്ത കടച്ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നാക്കി അരിഞ്ഞിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കടച്ചക്ക അതിനകത്തോട്ട് ഇടും. അതിലൊരു ഇച്ചിരി കറ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ തേങ്ങ വറുത്തരക്കാനുള്ള സാധനങ്ങളും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ കടച്ചക്കനെ ഞാനൊരു ചട്ടിയിലിട്ട് വേവിക്കാൻ വേണ്ടിയാണ് പച്ചമുളകും ചെറിയൊരു സവാള ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഏറ്റവും ചെറിയ സവാള ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് വറുത്തരക്കാൻ വേണ്ടിയുള്ള ആ തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടി ഞാൻ ഒട്ടിയട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ടാണ് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ വറുത്തെടുക്കണത്. തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശം മാറി കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ചായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കണം കേട്ടോ. പൊടികളായിട്ട് ചേർക്കേണ്ടത് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ലേശം മതി, ഗരം മസാലയും ലേശം മതി. കടച്ചക്ക വെന്ത് വന്നപ്പോൾ ഞാൻ അതിനകത്തോട്ട് ചെമ്മീനും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി വേവിക്കണ്ടേ. ചൂടാറി കഴിഞ്ഞപ്പോൾ ആ തേങ്ങ ഒന്ന് അരച്ചെടുത്ത്. അപ്പോൾ കുറച്ചുള്ള കാരണം അരക്കാൻ ഇത്തിരി പ്രയാസം വരുന്നപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുത്ത്. എന്നിട്ട് അത് അതിനകത്തോട്ട് മിക്സ് ചെയ്തു. ഇനി വേറെ പണിയൊന്നുമില്ല. അത് കടുക് പൊട്ടിക്കുക, ഉള്ളിയും വേപ്പിലയും കൂടി വേണമെങ്കിൽ വറ്റൽമുളകും കൂടി ഇട്ടിട്ട് താളിച്ചെടുക്കുക കേട്ടോ. അതും കൂടി ഇട്ട് ഒരു 2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. കറി റെഡിയായി.